ആ എന്താണെന്ന് ഇരുന്നിട്ട് Good morning, all. Good morning, ma'am. Morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ നല്ല ഫ്രഷ് മൈൻഡോടുകൂടി തന്നെ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മള് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ചാപ്റ്റർ ആണ് എന്റെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതില് ഇൻട്രൊഡക്ഷൻ ഏരിയയുടെ നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ തന്നെ അത്യാവശ്യം ഒരു വലിയൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എങ്കിലും അതില് മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഒരു രോഗിയുടെ സംതൃപ്തിയെ കുറിച്ചാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്നും രോഗിക്ക് ലഭിക്കേണ്ട സംതൃപ്തി അല്ലെ, അത് ചികിത്സാപരമായിട്ടും മറ്റു ഫെസിലിറ്റികളും അങ്ങനെയുള്ള ഒട്ടനവധിയായിട്ടുള്ള ഫെസിലിറ്റികൾ ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ്മെന്റ് അത് നമുക്കിനി അവരുടെ സാറ്റിസ്ഫാക്ഷനെ വർദ്ധിപ്പിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇംപ്രൂവ്മെന്റ്സ് ഹോസ്പിറ്റലിന് ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, പിന്നെ നമ്മൾ 5 പോയിന്റ് പറഞ്ഞായിരുന്നു. അവിടെ വരെയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഈ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന്റെ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. 5 പോയിന്റ് ആണ്. ഓരോ പോയിന്റ് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് വൺ നോക്കാം. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക് അല്ലെ. എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതായത് ഹോസ്പിറ്റലുകൾ അത് കൂടുതലും ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക് ആണ്, രോഗി കേന്ദ്രീകൃതമാണ് അല്ലെ. രോഗിക്കല്ലേ അവിടെ ഇമ്പോർട്ടന്റ് റോൾ ഉള്ളത് ആണോ? ഹോസ്പിറ്റലില് സ്റ്റാഫിനും ഡോക്ടറിനാണ് ഇമ്പോർട്ടന്റ് റോള്. ആർക്കാണ് അവിടെ ഇമ്പോർട്ടന്റ് റോള്? പേഷ്യന്റിനല്ലേ, നമുക്ക് ഓരോരുത്തർക്കുമാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ചികിത്സയും ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. സോ ഇതൊരു പേഷ്യന്റ് സെൻട്രിക് ആണ്. രണ്ടാമത്തെ പോയിന്റ്, patient satisfaction is the strongest determinant of hospital functioning. പേഷ്യന്റിന്റെ സംതൃപ്തി, രോഗിയുടെ സംതൃപ്തിയാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, അതായത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിലെ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ്, നിർണായകമായിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രവർത്തനത്തിന്റെ നിർണയം അല്ലെങ്കിൽ നിർണായകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? രോഗിയുടെ സംതൃപ്തിയാണ്. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രോഗിയുടെ സംതൃപ്തി. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഹോസ്പിറ്റൽ it's the condiments of its customer. Condiments എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കേട്ടോ. സംതൃപ്തി എന്നുള്ള ഒരു മീനിങ് ആണ്. മലയാളത്തിൽ എഴുതി വെക്കുക, condiments സംതൃപ്തി. Then ultimate goal of hospital, ഒരു ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ഗോൾ അതായത് ഏറ്റവും സുപ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്, condiments സംതൃപ്തിയാണ്. Then നാലാമത് നോക്കാം, not only to satisfy and care for patient and families, but also positive outcome for the staff, the community and the health organization. Not only staff and care for the patient and family അല്ലെ. അതായത് നമുക്കറിയാം ഒരു പേഷ്യൻസിനും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഫാമിലിയെയും സാറ്റിസ്ഫൈഡ് ആക്കുക, കെയർ ചെയ്യുക എന്നത് മാത്രമല്ല, but also മറിച്ച് എന്തൊക്കെയുണ്ട്? ഔട്ട്കം ഫോർ ദ സ്റ്റാഫ്, ദ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ. ജീവനക്കാർക്കും അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാപനത്തിനും സമൂഹത്തിനും
മീൻസ് നല്ലൊരു ഫലങ്ങൾ കൊടുക്കുകയാണ്, ഔട്ട്കംസ് അല്ലെ. അതായത് രോഗിനെ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ, രോഗിനെയും പേഷ്യന്റിന്റെ ഫാമിലിനെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കുന്നതും അവർക്ക് കെയർ നൽകുന്നതും മാത്രമല്ല, മറിച്ച് സ്റ്റാഫുകൾക്കും അതുപോലെ നമ്മുടെ ഓർഗനൈസേഷനും ഒരു നല്ലൊരു ഫലങ്ങൾ കൊടുക്കുകയാണ്. അതായത് സ്റ്റാഫുകൾക്കും കുറച്ച് പ്രാധാന്യം കൊടുക്കുക. Then last one നോക്കാം. Patient satisfaction relies on workers motivation, dedication and duty towards the patients. അല്ലെ, അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, തൊഴിലാളികളുടെ ഒരു പ്രചോദനം അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ റിലൈസ് എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നത്. റിലൈസ് സ്പെല്ലിങ് RELAYS എന്നാണോ? നിങ്ങളുടെ PDF എങ്ങനെയാണ് സ്പെല്ലിംഗ് നടക്കുന്നത്? സ്പെല്ലിംഗ് PDF എങ്ങനെയാണ് കിടക്കുന്നത്? RELIS എന്നാണോ? ജസ്റ്റ് ഒന്ന് നോക്കിയേ, ആണോ? ഓക്കെ, LAYS എന്നാണ്. ഓക്കെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുക, അയക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ, റിലൈസ്. ഓക്കെ, അപ്പൊ ആ പോയിന്റിന്റെ നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലൈസ് ഓൺ, അതായത് പേഷ്യന്റിന്റെ സംതൃപ്തി പ്രവർത്തിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളിലാണ്? മോട്ടിവേഷൻ, വർക്കേഴ്സ് മോട്ടിവേഷൻ, സ്റ്റാഫുകളുടെ ഒരു മോട്ടിവേഷൻ, അവരുടെ ഒരു അർപ്പണബോധം. അതുപോലെ തന്നെ എന്താണ്? ഡെഡിക്കേഷൻസ്, അർപ്പണബോധം. ടുവേർഡ്സ് ദ പേഷ്യൻസിനോടുള്ള സ്റ്റാഫുകളുടെ ഒരു ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ മോട്ടിവേഷൻ. ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വായിച്ചു നോക്കാം. 5 പോയിന്റ് ആണ്, സിമ്പിൾ ആണ്. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കുക കേട്ടോ. റിലൈസ് ആശ്രയിക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. RELIES, റിലൈസ് മീൻസ് രോഗിയുടെ സംതൃപ്തി ആശ്രയിച്ചിരിക്കുന്നത് സ്റ്റാഫിന്റെ അർപ്പണബോധത്തിലും അവരുടെ പ്രചോദനം അല്ലെ, നമ്മളോടുള്ള അവരുടെ ഒരു ഡെഡിക്കേഷനിലൂടെ തന്നെയാണ് കേട്ടോ. 5 പോയിന്റ് വായിക്കുക. Okay, complete ചെയ്തില്ലേ objectives of patient satisfaction. Next നോക്കാം, importance of measuring patient satisfaction. Importance അതിന്റെ ആവശ്യകത എന്താണ്? പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നതിനുള്ള ആവശ്യകത എന്താണെന്ന് നോക്കാം. Patient satisfaction is an important scale to measure overall healthcare quality. Underline ചെയ്യാട്ടോ. Patient satisfaction എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് സ്കെയിൽ ആണ് to measure overall healthcare quality. അല്ലെ, ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റി, ഓവറോൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത്. അണ്ടർലൈൻ ചെയ്തോ? Then, with the help of patient satisfaction survey, patient satisfaction സർവേയുടെ സഹായത്തോടു കൂടി രോഗിയുടെ സംതൃപ്തി നമുക്ക് അളക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. നമുക്ക് ഏറ്റവും കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അറ്റൈൻഡ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യന്റിന്റെ സംതൃപ്തി നമുക്ക് അളക്കാൻ സാധിക്കുന്നു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസിനെ നമുക്ക് സർവേ ചെയ്യാം അല്ലെ. സർവേ എങ്ങനെ നടത്തുന്നത്? ഒരു ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുക്കുകയെ സർവേകൾ നടത്തും അല്ലെ.
സോ അങ്ങനെ സർവേകൾ നടത്തുന്നത് വഴി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പേഷ്യന്റിന്റെ സംതൃപ്തിനെ അളക്കാൻ സാധിക്കുന്നു. ദെൻ ഇംപ്രൂവിങ് എക്സ്പീരിയൻസ് അല്ലെ, അതായത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ്മെന്റ്സും ചെയ്യാം. It is an invaluable tool to catch patient feedback without much effort. അല്ലെ, അതായത് ഇതൊരു വാല്യുബിൾ ആയിട്ട് ഒരു ടൂൾ ആണ്. അതായത് വിത്തൗട്ട് മച്ച് എഫേർട്ട്, വലിയ എഫേർട്ട് ഒന്നും കൂടാതെ തന്നെ നമുക്ക് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാനായിട്ട് സാധിക്കും. അല്ലെ, നമുക്കിപ്പോ ഒരു പേഷ്യന്റിനോട് പോയിട്ട് എല്ലാ പേഷ്യൻസിനോടും പോയിട്ട് നേരിട്ട് പോയിട്ട് വിവരങ്ങൾ തിരക്കാൻ പറ്റുമോ? അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെ, സോ ഇങ്ങനെ ഒരു സർവേ ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റും. ഒരു പേഷ്യന്റിന്റെ അഭിപ്രായം തന്നെ ആയിരിക്കും അടുത്ത പേഷ്യന്റിന്. ആണോ? സർവേയിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും സെയിം ഒരേപോലെ ആയിരിക്കും സർവേ റിപ്പോർട്ട്? ആണോ? ചെറിയ ക്ലാസ്സിലൊക്കെ സർവേ നടത്താനായിട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ ഒരു 10 വീട്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 10 വീട്ടിൽ പോയിട്ട് സർവേ ചെയ്യാനൊക്കെ പറയും ഇല്ലേ? എല്ലാവരും പറയുന്നത് ടിക്ക് ചെയ്ത് തരുന്നത് സെയിം ആയിരിക്കും? 10 വീടുകളിലും വ്യത്യസ്തങ്ങളായിരിക്കും ഇല്ലേ? ഓരോരുത്തരുടെ അഭിപ്രായങ്ങള് അവരുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ആ സർവേ ചെയ്യുന്നത് അല്ലെ. സോ ഓരോ പേഷ്യൻസിന്റെയും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫറെന്റ് ആണ്. സോ എന്താണ് പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോരായ്മയ്ക്കുള്ള ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാനും ഹോസ്പിറ്റലിന് സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. ബോക്സ് ആണ് 5 reasons why should measure patient satisfaction. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാനായിട്ടുള്ള 5 കാരണങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പേഷ്യന്റിന്റെ സംതൃപ്തിയെ മെഷർ ചെയ്യുന്നത്? അതിന് 5 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 റീസൺ ഉണ്ട് അല്ലെ, അതായത് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാനായിട്ടുള്ള 5 കാരണങ്ങൾ. ഇനി നമ്മൾ ഓരോ കാരണങ്ങളും പഠിക്കുന്നു. ദെൻ ആ കാരണങ്ങൾ അല്ലെ, ആ ഓരോ റീസൺ എന്താണ്, ആ റീസണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ ഇംപ്ലിമെന്റിങ് സ്ട്രാറ്റജീസ്, ആ ഹോസ്പിറ്റലിന് അതിനെതിരെ ചെയ്യാൻ പറ്റുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. അപ്പോ ഈ 5 എണ്ണത്തിനും ഈ ഒരു സെയിം മെത്തേഡിൽ കൂടി തന്നെയാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് റീസൺ നമുക്ക് പറയുന്നുണ്ട് എന്താണെന്ന്, ദെൻ അതിന് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാൻ പറ്റും, ദെൻ അവർക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന തന്ത്രങ്ങൾ, പേഷ്യന്റിനോട് പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ. ദെൻ രണ്ടാമത്തെ റീസണും അതിന്റെ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാൻ എന്തെല്ലാം പറ്റും, ദെൻ അതിന്റെ തന്ത്രങ്ങൾ. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ കൂടിയാണ് ഈ 5 റീസൺ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാക്കി പോയാൽ മതി. നമ്മള് ബൈ ഹാർട്ട് ചെയ്യാതെ വിചാരിക്കുമ്പോഴാണ് അത് ടഫായിട്ട് തോന്നുന്നത്. നമ്മൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ആ കൺസെപ്റ്റ് എന്താണോ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വലിയ ബോറിംഗ് തോന്നില്ല. ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഓവറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നില്ല. കാരണം അതിലുള്ള കാര്യങ്ങൾ നമ്മളുടേതായ രീതിയിൽ നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പൊ 5 റീസൺസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. 5 reasons why should measure patient satisfaction. 5 റീസൺസ് ആണ്. അപ്പൊ ഫസ്റ്റ്ലി നമുക്ക് 5 റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്, ഉയർന്ന തലത്തിലുള്ള നല്ലൊരു രോഗി പരിചരണം നൽകുക. ദെൻ രണ്ടാമതായിട്ട് പറയുന്ന റീസൺ ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് വിലയിരുത്തുക. To know angry and miffed patients അല്ലെ, ആംഗ്രി എന്ന് വെച്ചാൽ എന്താ, ദേഷ്യമുള്ള, മിഫഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന അതുപോലൊരു അർത്ഥമാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് മനസ്സിലാക്കുക. ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ അനുഭവങ്ങളെ ഇംപ്രൂവ് ചെയ്യുക. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്, പേഷ്യൻസിന്റെ ധാരണ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോ ഈ 5 റീസൺസ് ആണ് നമ്മള് മെഷർ ചെയ്യാനായിട്ടുള്ള കാരണം. രോഗിയുടെ സംതൃപ്തി അളക്കുന്നതിനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 5 റീസൺസ് ആണ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ ബോക്സിൽ കാണുന്ന 5 റീസൺസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 5 റീസൺസ് മാത്രം ഒന്ന് വായിക്കുക കേട്ടോ. ഈ റീസൺസിന് കാരണമാണ് നമ്മള് പേഷ്യന്റിന്റെ സംതൃപ്തി എടുക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം ഉണ്ട്, ടോപ്പ് ടയറിലുള്ള കെയർ കൊടുക്കുന്നുണ്ടോ, ദെൻ സ്റ്റാഫുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനെ പേഷ്യൻസിനെ തിരിച്ചറിയുന്നുണ്ടോ, ദെൻ എക്സ്പീരിയൻസ്, അവരുടെ ടെൻഷൻ, അവരുടെ ധാരണ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇതിനകത്ത് കുറെ ബോക്സുകൾ വരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുകയാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ബോക്സുകള്. ഓക്കെ, 5 റീസൺസ് ഒന്ന് വായിക്കാം. ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഇവിടെ തുടങ്ങി വായിച്ചോളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ, അത് തുടങ്ങി ഒന്ന് വായിക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് തുടങ്ങി ബോക്സ് വരെ ഒന്ന് വായിക്കാം.
ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ് സ്കെയിൽ അണ്ടർലൈൻ ചെയ്തോ? പറഞ്ഞായിരുന്നു ഞാൻ. അണ്ടർലൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം കേട്ടോ. ബോക്സിലുള്ള 5 റീസൺസ് വരെ വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തോ? റെസ്പോൺസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒക്കത്തിലാണോ മോർണിംഗ് തന്നെ? ഓക്കെ, ദെൻ അപ്പോ നമ്മൾ 5 റീസൺസ് ആണ് വായിച്ചത്. ഇനി നമ്മൾ ഓരോ റീസൺസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഓരോ റീസൺസും അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ഓരോ റീസൺസ് ആയിട്ട് വായിച്ച് പതുക്കെ മനസ്സിലാക്കി പോകാം. ഓക്കെ, അപ്പോ ആദ്യത്തെ റീസൺ ആണ് നമ്മൾ പറഞ്ഞത് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ, ഉയർന്ന തലത്തിലുള്ള ഒരു രോഗി പരിചരണം നൽകുക, ഉറപ്പുവരുത്തുക. Measuring patient satisfaction help the hospital ascertain the areas of improvement and centers on to provide better patient care service. Measuring patient satisfaction ഒരു രോഗിയുടെ സംതൃപ്തി മെഷർ ചെയ്യുന്നത് ഹെൽപ്സ് അല്ലെ, അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനെ? ഹോസ്പിറ്റൽസ് അസർട്ടൈൻ എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക, ഉറപ്പാക്കുക. ഹോസ്പിറ്റൽ അസർട്ടൈൻ the areas of improvement and centers to provide better patient care service അല്ലെ, പേഷ്യന്റിന് നല്ലൊരു ബെറ്റർ കെയർ സർവീസ് കൊടുക്കാനും അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്സ് ഉറപ്പുവരുത്തുവാനും പേഷ്യന്റിന്റെ സംതൃപ്തി മെഷർ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Achieving a high level of satisfaction is directly dependent on the high quality patient care service given by the team specialized doctors and the hospital staff അല്ലെ. അതായത് ഉയർന്ന നിലവാരത്തിലുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സംതൃപ്തി കൈവരിക്കുന്നത്, ടോപ്പ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കൈവരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പേഷ്യന്റ് കെയറിനെ ആശ്രയിച്ചിരിക്കുന്നു ഇല്ലെ. നമുക്ക് നല്ല നിലവാരത്തിലുള്ള ഒരു കെയർ ലഭിച്ചാൽ മാത്രമല്ലേ നമ്മൾ സംതൃപ്തരാണെന്ന് പറയുള്ളൂ. ആണോ? നിങ്ങൾക്ക് നല്ല ഡോക്ടേഴ്സ്, നല്ല നഴ്സുമാരുടെ സേവനങ്ങള്, ഹോസ്പിറ്റൽ ഫെസിലിറ്റികള് ഇവയെല്ലാം ലഭിച്ചാലാണോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുകയുള്ളൂ? അല്ലേ? ആണോ? നല്ല ഫെസിലിറ്റി കിട്ടണം, നല്ല ചികിത്സ കിട്ടണം അല്ലെ, ഡോക്ടേഴ്സും നേഴ്സും ഇവരെല്ലാവരുടെ നല്ലൊരു സേവനങ്ങൾ ലഭിക്കുകയാണെങ്കിലല്ലേ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയൂ. ഇതൊന്നും ലഭിച്ചില്ല ഞാൻ സംതൃപ്തയാണെന്ന് പറയോ? പറയാറുണ്ട് അങ്ങനെ. നമുക്ക് ഇതെല്ലാം ലഭിക്കണം അല്ലെ. ഇപ്പൊ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കെയർ നമുക്ക് ലഭിച്ചാൽ മാത്രമേ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുകയുള്ളൂ. Then നോക്കാം. The entire staff must consider patient with warmness from the receptionist who arrange the appointments, doctors providing the right treatment to the nurse taking vital status of patients. അല്ലെ, അപ്പോ ഈ രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നൽകുന്ന സേവനങ്ങൾ അല്ലെ, അവർ നൽകുന്ന സേവനങ്ങൾ, അതുപോലെ തന്നെ റിസപ്ഷൻ തുടങ്ങി ഫ്രം ദ റിസപ്ഷനിസ്റ്റ്, റിസപ്ഷൻ തുടങ്ങിയിട്ടാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കടക്കുന്നത് അല്ലെ. അപ്പോ ആ റിസപ്ഷനിൽ തുടങ്ങി നമുക്ക് നല്ലൊരു സർവീസ് ആണ് ലഭിക്കുന്നതിനൊക്കെ നമ്മൾ നോക്കണം, എങ്കിലേ രോഗി സംതൃപ്തി ആകുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ റിസപ്ഷനിൽ നിൽക്കുന്ന അവിടെ സ്റ്റാഫുകളില്ല, അവിടെ ഭയങ്കര ഡിലേ ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മളുടെ സംതൃപ്തി പകുതി പോകും ഇല്ലേ? ആണോ? ഭയങ്കര തിരക്കാണ്, റിസപ്ഷനിൽ ആളില്ല, ചീറ്റ് എടുക്കാനായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ നിൽക്കേണ്ടി വന്നാൽ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ? ആണോ? നിങ്ങൾ പറയൂ. നമ്മൾ ഓരോരുത്തരും ഹോസ്പിറ്റലിൽ പോകാറുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോ പറയുന്നത് ശ്രദ്ധിക്കാം. ഡോക്ടേഴ്സിൽ നിന്നും നഴ്സിൽ നിന്നും ലഭിക്കുന്ന പരിചരണങ്ങൾ, അതുകൂടാതെ തന്നെ റിസപ്ഷൻ തുടങ്ങി റിസപ്ഷനിൽ അപ്പോയിന്റ്മെന്റ്സുകൾ അറേഞ്ച് ചെയ്യുക,
then doctors right treatment ശരിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. then taking vital status of patients രോഗികളുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നഴ്സുമാർ എടുക്കുന്നത് അല്ലെ. ഇതെല്ലാം ചേർന്നാലേ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മളുടെ കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമ്മളൊരു എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, ഫസ്റ്റില് നമ്മൾ റിസപ്ഷനിലേക്കാണ് പോകുന്നത് അല്ലെ. അവിടെ പോയിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഡോക്ടറെ കണ്ടു, ദെൻ അപ്പോയിന്റ്മെന്റ് നമ്മൾ വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കണ്ടു, ബാക്കി ട്രീറ്റ്മെന്റ്സും സേവനങ്ങളും എല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിലേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയൂ. ആണോ? സോ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റും സേവനങ്ങളും ലഭിച്ചാൽ മാത്രമേ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ സാധിക്കൂ. ഓക്കെ, ഇതാണ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയറിൽ പറയുന്നത്. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് നോക്കാം. വാട്ട് ഹോസ്പിറ്റൽ ഡു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ. ഈ രോഗിയുടെ പരിചരണം മെച്ചപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റലിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതായത് നല്ല കെയർ കൊടുക്കാനായിട്ട്, പേഷ്യന്റിന് നല്ല കെയർ കൊടുത്താലല്ലേ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. സോ പേഷ്യന്റിന് നല്ല കെയർ കൊടുക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതാണ് അടുത്തത് പറയുന്നത്. നോക്കാം. ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനസ് ഇൻ ദ ടൈം അല്ലെ. അതായത് കൃത്യസമയത്ത് തന്നെ രോഗനിർണയങ്ങളൊക്കെ നടത്തി ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുക പേഷ്യന്റിന് അല്ലെ. കൃത്യസമയത്ത് തന്നെ ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്ത് രോഗം കണ്ടെത്തുക. ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ, പ്രവേശനം വർദ്ധിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇപ്പോ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ഡയഗ്നോസിസിലൂടെ രോഗം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഏത് ഡോക്ടറെയാണ് നമ്മളായിട്ട് ഫിസിഷ്യനെ ആണെങ്കിൽ ഫിസിഷ്യനെ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ആക്സസ് ചെയ്യുക, ഫിസിഷ്യനിലേക്ക് എത്തിക്കാന്ന് പേഷ്യന്റിനെ. അല്ലാതെ ടെസ്റ്റ് ചെയ്ത് രോഗം കണ്ടുപിടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടില്ല, ഉടനെ തന്നെ ടെസ്റ്റ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഡോക്ടറിനെ പേഷ്യന്റിനെ അങ്ങോട്ട് ഡോക്ടറിലേക്ക് എത്തിക്കുക. then recommended the right treatment, ശരിയായിട്ടുള്ള എന്താണ് recommended the right treatment, ചികിത്സയ്ക്കുള്ള അവകാശങ്ങൾ ശുപാർശ ചെയ്യുക. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡോക്ടറിന് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ്സ് നൽകുക. ഡോക്ടറിന് ട്രീറ്റ്മെന്റ്സ് ഇന്ന അസുഖമാണ്, അപ്പൊ ഈ ഡോക്ടർ നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറയും അല്ലെ. എന്നിട്ട് റിസൾട്ട് ആയിട്ട് നമ്മൾ വീണ്ടും ചിലപ്പോൾ അതിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണാനായിട്ട് ശുപാർശ ചെയ്യാറുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, ഇന്ന ഡോക്ടറെ കാണുക, ഇന്ന ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക പേഷ്യൻസിന്. then offer cost effective treatment plans അല്ലെ. ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ വാഗ്ദാനം ചെയ്യുക. നമ്മൾ ചെന്നപടി ഇവിടെ ഇത്ര ട്രീറ്റ്മെന്റിന് ഇത്ര എമൗണ്ട് ആകും എന്നൊക്കെ ഓൾറെഡി ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് അവിടെ നിൽക്കോ? പേഷ്യന്റ് ഏതെങ്കിലും അതിലും കുറഞ്ഞ ആശുപത്രി ഏതെങ്കിലും അവിടെ പോകാണെങ്കിൽ പേഷ്യന്റ് നോക്കോളൂ. അപ്പൊ എന്ത് ചെയ്യാ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ അല്ലെ, ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. then provide quality care post discharge. എന്താ പോസ്റ്റ് ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി ഡിസ്ചാർജ് കഴിഞ്ഞ് പോകുമ്പോഴും ഗുണനിലവാരത്തിലുള്ള ഒരു പരിചരണം നൽകണമെന്ന്. അതായത് ഡിസ്ചാർജ് കഴിഞ്ഞ് പോകുമ്പോഴേ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഡോക്ടർ ചിലപ്പോ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ തരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് കാണാൻ പറയും, ഫോളോ അപ്പുകളൊക്കെ തരും ഇല്ലേ, തരാറുണ്ടോ? ഡിസ്ചാർജ് കഴിഞ്ഞ് അതേപടി പേഷ്യന്റിനെ വിടാറാണോ ചെയ്യുന്നത്? നിങ്ങളുടെ അറിവിൽ എങ്ങനെയാണ്? ഡിസ്ചാർജ് കിടക്കുന്ന ആ വഴിക്ക് പറഞ്ഞുകൊണ്ട് ആ വഴി വിടനെയാണോ ചെയ്യുന്നത്? ഒരു 5 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ മെഡിസിൻ തരും. ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് കാണാനൊക്കെ പറയാറുണ്ട് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് പോസ്റ്റ് ഡിസ്ചാർജ് കഴിഞ്ഞിട്ടും ഒരു ഫോളോ അപ്പും അതുപോലെ തന്നെ കെയറുകൾ നൽകുക. ഓക്കെ, ഇത്രയുമാണ് ഒരു പേഷ്യന്റിന്റെ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ഒറ്റ സെക്ഷനിൽ തന്നെ പറയുന്നതിനിട്ടത് അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടൊന്ന് വായിക്കാം. അപ്പോൾ നമ്മൾ നോക്കി എന്താണ് ടോപ്പ് ടയർ പ്രൊവൈഡ് കൊടുക്കുക എന്ന്, മീൻസ് ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം കൊടുക്കുക. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞത് ഡോക്ടർ ഹോസ്പിറ്റലിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ പോയിന്റ്സ് വായിച്ചു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ അല്ലെ. അതായത് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ്, പേഷ്യന്റിന്റെ കെയർ കൂടുതൽ രോഗി പരിചരണം കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ആരാണ്? ഈ ഹോസ്പിറ്റലാണ് ഇതെല്ലാം പ്രയോഗിക്കുന്നത്.
അപ്പോ രോഗി പരിചരണം നല്ല രീതിയിൽ കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കാം എന്നാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വായിക്കാൻ പറ്റുമല്ലോ, വളരെ ചെറിയ അക്ഷരമാണ് എങ്കിലും കുഴപ്പമില്ലല്ലോ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ വായിക്കാൻ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഒട്ടും പറ്റുന്നില്ല? ക്ലിയർ ആണോ? ചെറിയ രീതിയിൽ വായിക്കാൻ പറ്റുന്നില്ലേ? മൊത്തത്തിൽ അങ്ങനെയാണോ എല്ലാവർക്കും? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒട്ടും വായിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് PDF-ലും അങ്ങനെ തന്നെയാണോ? PDF-ൽ അങ്ങനെയാണോ? ഓക്കെ. നോട്ട് ചെയ്യണോ? ഞാൻ വായിക്കാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാമോ? ഓക്കെ, PDF-ൽ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ വായിക്കാം. കൃത്യമായിട്ട് ആ ഓർഡറിൽ തന്നെ എഴുതണോട്ടോ, പറയുന്നത് പോലെ. ഓക്കെ, ഞാൻ നമ്പർ പറയാം, ആ നമ്പറിന്റെ അവിടെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ ഇംപ്ലിമെന്റിങ് സ്ട്രാറ്റജീസ് ആണ്. ആദ്യം നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് പറയാം. അപ്പൊ ഒന്നാമത്തത് ഒന്നെന്ന് എഴുതിയേക്കണ അവിടെ തന്നെ എഴുതാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ PDF-ന്റെ ബാക്കിലോ നമ്പർ തന്നെ എഴുതി പോയാൽ മതി. ഫസ്റ്റ് വൺ ഒന്നെന്ന് എഴുതാം, എന്നിട്ട് എഴുതിക്കോളൂ. ടൈംലി ഡയഗ്നോസിസ് ആൻഡ് ഇൽനെസ്. ടൈംലി ഡയഗ്നോസിസ് ആൻഡ് ഇൽനെസ്. ടൈപ്പ് ചെയ്യേണ്ടതാണ്, എഴുതിക്കോളൂ. ടൈംലി ഡയഗ്നോസിസ് ആൻഡ് ഇൽനെസ്. ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. Of timely diagnosis of illness. Timely diagnosis of illness. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത്. പോയിന്റ്സിൽ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ അതിലൊന്ന് ഷോർട്ട് ആക്കിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തേത് പറയാം, ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്. രണ്ടാമത്തത് ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻസ്. നമ്മൾ ആ പോയിന്റ്സിൽ പറഞ്ഞില്ലേ, ആ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വരുന്നത്. ചില ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ടെന്നുള്ളൂ. ദെൻ മൂന്നാമത്തത് പറയാം, പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ക്വാളിറ്റി കെയർ. PDF-ൽ ഇല്ല. ഓക്കെ, എഴുതിയെടുത്തോളൂ. ഇല്ലാത്തത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മൂന്നാമത്തത് പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ക്വാളിറ്റി കെയർ. കമന്റ് ചെയ്യുന്ന ആളെ നമ്പറും കൂടി ഒന്ന് എഴുതണം കേട്ടോ സൈഡില്. ഓക്കെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും നോക്കുന്നവർക്ക്. ഓക്കെ, നമ്പറും കൂടി ഒന്ന് എഴുതാം. ഞാൻ കമന്റ് ചെയ്തിട്ട് ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. നോക്കാം, പ്രൊവൈഡ്. മൂന്നാമത്തത് പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, നാലാമത്തത് എഴുതാം, give unconditional love and support. നാലാമത്തത് give unconditional love and support. ഓക്കെ, അതെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ശ്രീജ കമന്റ് ചെയ്തിട്ടുണ്ട്, നമ്പറും കൂടി ചെയ്തിട്ടുണ്ട്. നോക്കാം. ഫോർത്ത് വൺ, give unconditional love and support. Then fifth one, reduce unnecessary follow up visits. വിസിറ്റ്സ് ആണ് കേട്ടോ, ഫോളോ അപ്പ് വിസിറ്റ്സ്. അപ്പ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഇടാം. അപ്പ് ഫോളോ അപ്പ് വിസിറ്റ്സ്. റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്സ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അഞ്ചെണ്ണം ഒക്കെയാണല്ലോ, എഴുതിയില്ലാമല്ലോ. ഓക്കെ, ഇനി നമുക്കൊന്ന് വായിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നോക്കാം. ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. കൃത്യസമയത്തുള്ള ഡയഗ്നോസിസ് ഒക്കെ നടത്തുക. ദെൻ ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ. ഫിസിഷ്യനിലേക്ക് പെട്ടെന്ന് തന്നെ രോഗികളെ എത്തിക്കുക. പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ക്വാളിറ്റി കെയർ. ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സയും ട്രീറ്റ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുക. ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. എന്താ അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് ഉദ്ദേശിക്കുന്നത്? അൺകണ്ടീഷണൽ അല്ലെ, ഒരു സ്നേഹം, ഒരു പിന്തുണയൊക്കെ കൊടുക്കാണ് പേഷ്യൻസിന്. Then reduce unnecessary follow up visits. Unnecessary ഉദ്ദേശിക്കുന്നത് എന്താ? Unnecessary, അതായത് ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള ഫോളോ അപ്പുകൾ കുറയ്ക്കാന്ന്.
ചില ഡോക്ടേഴ്സ് ചില ഹോസ്പിറ്റലില് പേഷ്യന്റിന് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അവര്. അപ്പൊ അത്യാവശ്യം ഫോളോ അപ്പുകളൊക്കെ കൊടുക്കാം, അനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ പരമാവധി എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാന്ന്, കുറയ്ക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസിൽ പറയുന്നത്. ഓക്കെ, നാലാമത്തേടോ അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. അതായത് അവർക്കൊരു സ്നേഹവും പിന്തുണയും ഒക്കെ കൊടുക്കാന്ന്. അതായത് ഒരു കെയർ കൊടുക്കുമ്പോ പേഷ്യൻസിനോട് കുറച്ചൊരു സ്നേഹത്തോടെയൊക്കെ പെരുമാറാന്ന്. എല്ലാവരും പെരുമാറണമെന്ന് അറിയില്ല, എങ്കിലും ഡോക്ടേഴ്സും സ്റ്റാഫുകളും നല്ല രീതിയിലൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റീസൺ ആണ് നമ്മൾ നോക്കിയത്, ടു ടോപ്പ് ടയർ പ്രൊവൈഡ് പേഷ്യന്റ് കെയർ സർവീസ്. വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ റീസൺ വായിക്കുക, ദെൻ അതിൽ പറയുന്ന കാര്യങ്ങള്, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ്. ഏകദേശം ആ പോയിന്റ്സുകളൊക്കെ തന്നെയാണ് സ്ട്രാറ്റജീസിലും വരുന്നത് കേട്ടോ. മനസ്സിലാക്കി വായിക്കുക. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ഇൻക്രീസ് ആക്സസ് ടു, ഡോക്ടർമാരിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാമത്തെ പോയിന്റ് കണ്ടോ, ഇൻക്രീസ്. അതായത് ഡയഗ്നോസിസിലൂടെ നമ്മൾ രോഗമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ ഡോക്ടറിലേക്ക് എത്തിക്കുക. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരോ? ഒന്നാമത്തെ റീസൺ. ഓക്കെ, കുഴപ്പമില്ലല്ലോ, വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? റെസ്പോൺസ് ചെയ്യാൻ നിങ്ങള് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് വളരെ സ്ലോയിൽ എടുത്താണ് പോകുന്നത്, കാരണം അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. അപ്പൊ ഇനി രണ്ടാമത്തെ റീസൺ നോക്കാം. ടു നോ ദ പെർഫോമൻസ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ്. അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസിന് വിലയിരുത്താം. ഇനി എന്താണ് അവിടെ പറയുന്നത് നോക്കാം. It is necessary to keep a pulse on hospital staff's performance at regular intervals. അതായത് ഓരോ ഇന്റർവെൽസിലും, റെഗുലർ ആയിട്ടുള്ള ഓരോ ഇന്റർവെൽസിലും ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. കീപ് പൾസ് ഓൺ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ന് വെച്ചാൽ, പൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ സ്പന്ദനം എന്നൊക്കെ പറയാറില്ലേ നമ്മള്. ജസ്റ്റ് ഒന്ന് ആ ഒരു വാക്കിനെ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയില്ലേ, ഓരോ സ്പന്ദനങ്ങളും. അതായത് സ്റ്റാഫുകളുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ഇന്റർവെൽസിലും വിലയിരുത്തുകയാണ്. അവർ നന്നായിട്ട് അവരുടെ വർക്ക് ചെയ്യുന്നുണ്ടോ, ദെൻ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിലാണോ, പേഷ്യന്റ് കെയറുകൾ കൊടുക്കുന്നുണ്ടോ എന്നിങ്ങനെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസിന് റെഗുലർ ഇന്റർവെൽസിൽ ഒന്ന് പരിശോധിക്കുകയാണ്, ഒന്ന് വിലയിരുത്തുക. ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ. അല്ലെ, ഒരു ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫിന് നല്ലൊരു ബെറ്റർ പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അല്ലെ, ഹാപ്പി ആയിട്ടിരിക്കുന്ന അവരുടെ വർക്കില് ഭയങ്കര, ആ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ആണെങ്കിൽ അത് അവരുടെ വർക്കിൽ തീർച്ചയായിട്ടും കാണിക്കും. ഇല്ലേ? ആണോ? ചില എക്സാമ്പിൾ പറയണെങ്കിലേ, എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ, എങ്കിലും പറയണ ചിലപ്പോ ചിലപ്പോ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ചില നഴ്സുമാരെ ഭയങ്കര ഗൗരവമായിരിക്കും, ഭയങ്കര റഫായിട്ടായിരിക്കും പെരുമാറുന്നത്. ഇല്ലേ? പലപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും അനുഭവത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ. വന്നിട്ടുണ്ടോ?
ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും, ഒരു നല്ല രീതിയിലായിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. കുറച്ചു പേര് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ കുറച്ചു പേർക്ക് അനുഭവം ഉണ്ടല്ലോ അല്ലെ. എന്തുകൊണ്ടാണത്? അവര് ഹാപ്പി അല്ല അല്ലെ. ഹാപ്പി ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം? അതിന് ചിലപ്പോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ എന്തെങ്കിലും വർക്ക് പ്രഷറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പേഷ്യന്റ് ചിലപ്പോ സ്റ്റാഫ് ചിലപ്പോ വളരെ ദേഷ്യപ്പെട്ട് അല്ലെ, അവരുടെ മൈൻഡ് ചിലപ്പോൾ ശരിയല്ലായിരിക്കാം അല്ലെ. അതുകൊണ്ടാണ് അവര് നമ്മളോടും ചിലപ്പോ അത് പെരുമാറുമ്പോ ആ ഒരു രീതിയിൽ പെരുമാറുന്നത്. അവര് ഹാപ്പി ആണെങ്കിൽ അതേപോലെ ആയിരിക്കും നമ്മളോടുള്ള പെരുമാറ്റവും അല്ലെ. If patients are not satisfied with their visit, there is a possibility that patient will choose for service from another provider. അല്ലെ, അതായത് പേഷ്യന്റ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദയർ വിസിറ്റ്. ഇപ്പൊ നിങ്ങൾ ഒരു എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പോ ഫസ്റ്റിൽ തന്നെ ഇതുപോലെ നഴ്സസിന്റെയോ അല്ലെങ്കിൽ റിസപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കെയർ അല്ല ലഭിച്ചത്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സിൽ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുമോ? നെക്സ്റ്റ് ടൈമില് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒരു കംഫർട്ട് ഇല്ല എങ്കിൽ വീണ്ടും നിങ്ങൾ അവിടേക്ക് പോകുമോ? നിങ്ങളുടെ ഓൺ ഒപ്പീനിയൻ എന്താണ്? ഓരോരുത്തരുടെയും അഭിപ്രായമുണ്ട് ഞാൻ ചോദിച്ചത്. അതായത് നമ്മൾ ഓരോ ടൈമിൽ ചെയ്യുന്നു ആ ഹോസ്പിറ്റലിൽ, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ദെൻ ട്രീറ്റ്മെന്റ്സ് ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോ ഇല്ലേ. ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കാനാണെങ്കിലും നമ്മൾ ആ സ്ഥിരം ഒരു ഡോക്ടേഴ്സിന്റെ അടുത്തായിരിക്കും പോകുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ പോയാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ എന്ന് പറയും ഇല്ലേ. ചുമ്മാ വാറുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ, പക്ഷെ അതിനുള്ളിൽ ഒത്തിരി കാരണങ്ങളുണ്ട് ഇല്ലേ. എങ്കിലും നമ്മൾ പറയും അവിടെ പോയാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയും അല്ലെ. പറയാറുണ്ടോ അങ്ങനെ? പലപ്പോഴും നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കാണത്. ആണോ? ആ ഡോക്ടറിന്റെ അടുത്ത് പോയാലേ അത് മാറുള്ളൂ. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്, നമ്മളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ് അത്. പക്ഷെ അതിന് പുറമെ, വിശ്വാസത്തിന് പുറമെ ഒത്തിരി റീസൺസ് ആണ് പറയുന്നത്. ആ റീസൺസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നത് അതാണ്, ഇഫ് പേഷ്യന്റ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് their visits അല്ലെ, അവർ ആ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തു, പക്ഷെ അവര് സാറ്റിസ്ഫൈഡ് അല്ല, സംതൃപ്തരല്ല എങ്കിൽ എന്ത് ചെയ്യും? പേഷ്യന്റ് വിൽ ചൂസ് ഫോർ സർവീസ് ഫ്രം അനദർ പ്രൊവൈഡർ. അവര് അനദർ ഹോസ്പിറ്റൽ, അനദർ പ്രൊവൈഡറെ സെലക്ട് ചെയ്യുമോ, ചൂസ് ചെയ്യുമെന്ന്. പിന്നെ അങ്ങോട്ട് വരില്ല, അനദർ പ്രൊവൈഡർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. Therefore, it is necessary to listen to the patients, which will make them feel strengthened. അതിനാൽ എന്ത് ചെയ്യണം? പേഷ്യൻസിനെ നന്നായിട്ട് ലിസൺ ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന്. അതായത് അവർക്ക് നല്ല കെയറും പരിചരണം കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് പറ്റും? അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും, ഇനി മേലാല് ആ ഹോസ്പിറ്റലിലേക്ക് വരില്ല. സോ അവരെന്ത് ചെയ്യുക? നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. വിച്ച് വിൽ മേക്ക് ദം ഫീൽ സ്ട്രെങ്തൻഡ്. സോ അത് ഹോസ്പിറ്റലിൽ ശക്തിപ്പെടുത്തുന്നു. അതായത് അവർക്ക് നല്ലൊരു പരിചരണം കിട്ടിക്കഴിഞ്ഞാൽ ആ പേഷ്യൻസ് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്യും അല്ലെ. സോ ആ ഹോസ്പിറ്റലിനെ ഒരു ശക്തിപ്പെടുത്തും, അതായത് പേഷ്യന്റിന്റെ എണ്ണം കൂട്ടും. ഓക്കെ, ഇതാണ് സ്റ്റാഫ് പെർഫോമൻസിന്റെ കാര്യത്തിൽ പറയുന്നത്. ക്ലിയർ ആയോ പാരഗ്രാഫ്? ഓക്കെ ആണോ? മനസ്സിലായോ എന്താണ് പറഞ്ഞത്? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ് അല്ലെ. സ്റ്റാഫുകളുടെ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റലുകാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു? സ്റ്റാഫുകളുടെ ഒരു ഇംപ്രൂവ്മെന്റ്സ്, സ്റ്റാഫിന്റെ മെച്ചപ്പെടുത്താൻ, അവരുടെ പെർഫോമൻസ് കേട്ടോ, പേഷ്യന്റിന്റെ എല്ലാ സ്റ്റാഫുകളുടെ. ഫസ്റ്റ് വൺ നോക്കാം. ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ് അല്ലെ. സ്റ്റാഫുകൾക്ക് ഒരു വർക്കബിൾ ആയിട്ടുള്ള, പ്രവർത്തനക്ഷമമായിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാന്ന് അല്ലെ. അത് ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്തവരാണെങ്കിലും. നിങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തവരുണ്ടോ? ഉണ്ടോ? ആരുമില്ല? എല്ലാവരും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ആരുമില്ല? ഓക്കെ, അപ്പോ ഉണ്ട്. ഓക്കെ, നമ്മൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്താലും അവിടെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും വർക്ക് പ്രഷറും ടാർഗറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ? നമുക്കത് വർക്കിലും ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ഇല്ലേ. നമ്മള് ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു ഓഫീസിലാണ് നമ്മൾ ജോലി ചെയ്യുന്നെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇല്ലേ. നമുക്ക് വേറെ ടെൻഷൻസ് ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളുടെ വർക്ക് നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ലേ. ആണോ? വർക്ക് ചെയ്യുന്ന ആളോടാണ് ഞാൻ ചോദിച്ചത്, ആണോ? യെസ് അല്ലെ. അപ്പോ പക്ഷെ നമുക്ക് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്, എപ്പോഴും വർക്ക് പ്രഷർ അല്ലെങ്കിൽ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മളുടെ വർക്കിൽ അത് ഇഫക്ട് ചെയ്യും.
സോ ആദ്യം പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ആണ് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും വർക്കബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ അവർക്ക് അവരുടെ പെർഫോമൻസിന് നല്ല രീതിയിൽ വെച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. Then രണ്ടാമത്തേത് നോക്കാം. Ensure hospital staff understand their responsibility. അല്ലെ, ജീവനക്കാര് അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുക. അതായത് അവരുടെ ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ, ചുമ്മാ ഇരിക്കുന്ന എല്ലാവരും ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. അത് അവര് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഹോസ്പിറ്റലിൽ അല്ലെ. അതായത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യുന്നു ഉറപ്പുവരുത്തുക. മൂന്നാമത്തത് കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേകൾ അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ ഇടയിൽ നമുക്ക് സർവേകൾ നടത്താം. എന്തുകൊണ്ട്? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ തിരിച്ചറിയാം. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കിടയിൽ ഒരു സർവേ നടത്തണമെന്ന്. അപ്പൊ സ്റ്റാഫിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള പോരായ്മകളും മറ്റും സ്റ്റാഫുകൾക്കിടയിൽ ഉണ്ടാവും. അപ്പോ എന്താണോ അവരുടെ ഇതിലുള്ള പോരായ്മ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്കിടയിലും ഒരു സർവേ കണ്ടക്ട് ചെയ്യാന്ന്. അപ്പോൾ ആ സർവേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകൾക്കും എന്താണ് അവരുടെ പോരായ്മകൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതിനുള്ള ഇംപ്രൂവ്മെന്റ്സ് ഹോസ്പിറ്റലിൽ ചെയ്യാനും പറ്റും. ദെൻ മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. മോട്ടിവേറ്റ് ചെയ്യാണ് നോൺ പെർഫോമേഴ്സിന് പ്രകടനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് മീൻസ് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ചിലവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങളിൽ തന്നെ ഉണ്ടാകും ഒത്തിരി പേര്. ചിലവർ ഭയങ്കര അത് നമ്മൾ രണ്ട് ടൈപ്പ് മോട്ടിവേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. ഇവിടെ അതൊന്നും പറയണില്ല, ഞാൻ ജസ്റ്റ് പറയണമെന്നുള്ളൂ. ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. അതായത് സൈക്കോളജിയാണ്. എക്സ്ട്രിൻസിക്കും ഇൻട്രിൻസിക്കും. അതായത് ചിലവർക്ക് എന്ത് കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ചാടിക്കടിച്ച് ഉത്തരം പറയുന്നവര്, പെട്ടെന്ന് ഒരു കാര്യം പാട്ട് പാടാൻ പറയുന്നു, ഒരു ഡാൻസ് കളിക്കാൻ പറയുന്നു, ചാടിക്കളിച്ച് പെട്ടെന്ന് പറയുന്നവരുണ്ട് ആൻസർ. ചിലവർ ഭയങ്കരമായിട്ട് ഒതുങ്ങി കൂടും അല്ലെ. അതായത് അവരാണ് നോൺ പെർഫോമേഴ്സ് ആണ്. ഇൻട്രൻസിക് ആണ് അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അതിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ അവർക്ക് പറ്റില്ല. പറ്റാത്തത് എന്തുകൊണ്ടാണ്? കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. ഞാൻ എപ്പോഴും പറയാറില്ല നിങ്ങളോട്, നമ്മൾ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാന്ന് വിചാരിക്കരുത്. നമ്മളുടെ ഉള്ളിൽ ചെറിയ ചെറിയ കഴിവുകളൊക്കെ ഉണ്ടാകും. എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ കഴിവ് ഓരോരുത്തരിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്ത് പുറത്തോട്ട് എടുക്കുക. അത് നമ്മൾ തന്നെ ചെയ്യണം, മറ്റൊരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോ പോയിന്റ് പറഞ്ഞ അവിടെ എത്തിച്ചതുള്ളൂ. ഓക്കെ, നോക്കാം. നോൺ പെർഫോമേഴ്സ്, അതായത് ഇതുപോലെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അവരെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാതെ അവരുടെ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുക? ഒന്ന് പ്രചോദനം കൊടുക്കുക, എൻഹാൻസ് ചെയ്യുക, പ്രചോദിപ്പിക്കുക. അതായത് അവരുടെ കഴിവുണ്ടാകും, പക്ഷെ അവർക്ക് ഇതുപോലെ എന്തെങ്കിലും മേ ബി കോൺഫിഡൻസ് കുറവോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക? കുറച്ചും കൂടി മോട്ടിവേഷൻ കൊടുക്കുക. Then reward best performers. മികച്ച പ്രകടനത്തിന് പ്രതിഫലം നൽകുക. റിവാർഡ്, പ്രതിഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഇയറിംഗ് ഒക്കെ ആകുമ്പോഴേ ബെസ്റ്റ് സ്റ്റാഫിനൊക്കെയുള്ള അവാർഡൊക്കെ പോലെ കൊടുക്കും, ജസ്റ്റ് മൊമെന്റ് ഒക്കെ പോലെയൊക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അത് മറ്റുള്ളവർക്കും കൂടി ഒരു മോട്ടിവേറ്റഡ് ആണ് അല്ലെ. അതിപ്പോ ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ മറ്റു ഫോമുകളിലൊക്കെ ആണെങ്കിലും ബെസ്റ്റ് പെർഫോമർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ ഓരോ മന്തിലും അല്ലെങ്കിൽ എന്താ ഓരോ ഇയറിലൊക്കെ നമ്മൾ ബെസ്റ്റ് പെർഫോമർക്കുള്ള അവാർഡുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതൊക്കെ കൂടുതലും മറ്റു സ്റ്റാഫുകൾക്ക് കൂടി മോട്ടിവേറ്റ് ആണ്. അടുത്ത നെക്സ്റ്റ് ടൈമില് എനിക്ക് ബെസ്റ്റ് പെർഫോമർ ആകണം എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മളിൽ വരും ഇല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? റിവാർഡ്, ബെസ്റ്റ് പെർഫോമേഴ്സിനുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ നൽകുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ഹോസ്പിറ്റലിന് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി, അതായത് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിലാകുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തന്ത്രങ്ങളാണ് പ്രയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. ഇത് ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, വായിക്കാനോ അത്യാവശ്യം ചെറിയ ലെറ്ററാണ്, ഭയങ്കര വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കാം അല്ലെ. ഓക്കെ, ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ, അവരുടെ വർക്ക് എൻവയോൺമെന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാം, ഫ്രണ്ട്ലിയൊക്കെ ആക്കാം. ദെൻ ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് അല്ലെ, സ്റ്റാഫ് മെമ്പേഴ്സിനോട് കുറച്ച് റെസ്പെക്റ്റോട് കൂടി തന്നെ ട്രീറ്റ് ചെയ്യാം. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി
നമ്മൾ പറഞ്ഞില്ലേ സർവേകൾ കൊടുക്കാവുന്ന സ്റ്റാഫുകൾക്ക്. സോ അവരുടെ ഫീഡ്ബാക്കുകൾ റെഗുലർ ആയിട്ട് എടുക്കുക. ബി എംപതറ്റിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ്. നോൺ പെർഫോമേഴ്സിന് ഒരു എംപതറ്റിക്, ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കുക, അവരൊന്ന് പ്രചോദിപ്പിക്കുക, അവരുടെ വർക്ക് കഴിവുകളൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരൊന്ന് പ്രചോദിപ്പിക്കുക. Then acknowledge and reward best performers. Acknowledge എന്ന് വെച്ചാൽ എന്താ? അംഗീകാരം നൽകുക. Then reward, ഇതുപോലെ പ്രതിഫലങ്ങളും മറ്റും എന്ത് ചെയ്യുക? നല്ല പെർഫോമേഴ്സിന് കൊടുക്കുക. ഓക്കെ, അപ്പൊ 5 ഇംപ്രൂവ്മെന്റ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. ഇംപ്രൂവ് വർക്ക് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആക്കാം, ദെൻ റെസ്പെക്ട് ചെയ്യുക, റെഗുലർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കുക, അവരോട് നോൺ പെർഫോമേഴ്സിന് മോട്ടിവേഷൻ കൊടുക്കുക, ദെൻ നല്ല ബെസ്റ്റ് പെർഫോമേഴ്സിന് അംഗീകാരം കൊടുക്കുക, റിവാർഡ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് റീസൺസിൽ പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. ഓരോന്നും വായിക്കുക. ഓരോന്നും വായിക്കുമ്പോ നമ്മുടെ അനുഭവത്തിലൂടെ അത് ആ ഒരു രീതിയിൽ വായിച്ചു പോവുക നിങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കാണ്ട് ഓരോ പോയിന്റ് മൊത്തം മനസ്സിലാക്കി വായിക്കുക. വെറുതെ ജസ്റ്റ് നിങ്ങൾ കാണാപ്പാടം വായിച്ചു പോകാനല്ല, മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാത്തിന്റെയും ബോക്സിലെ പോയിന്റ്സുകളൊന്ന് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. നമ്മളെ മറ്റേ പോയിന്റ്സിലെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് തന്നെയാണ് ഏകദേശം ഇതിലും സ്ട്രാറ്റജീസ് ആയിട്ട് അവർ ബോക്സിലും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? രണ്ടാമത്തെ റീസൺ ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത റീസൺ നോക്കാം. മൂന്നാമത്തെ റീസൺ നോക്കാം. ടു നോ മിഡ്ഫീൽഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. എന്താ മിഡ്ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതായിട്ടുള്ള വലിയ മൂഡ് ഓഫ് ആയിട്ടുള്ള മീനിങ്. അപ്പൊ ദേഷ്യവും അതുപോലെ തന്നെ മൂഡ് ഓഫ് ആയിരിക്കുന്ന പേഷ്യൻസിനെ തിരിച്ചറിയുക. ടു നോ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസും ഒരേ സ്വഭാവക്കാരായിരിക്കണമെന്നില്ലാലോ. നിങ്ങളുടെ ഒരു ക്യാരക്ടർ തന്നെയാണോ നിങ്ങളുടെ ഫ്രണ്ടിനുള്ളത്? ആണോ?
വ്യത്യാസം ഉണ്ടാവും, പല വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന പേഷ്യൻസിൽ തന്നെ പല പല സ്വഭാവക്കാരായിട്ടുള്ളവരായിരിക്കും. അതില് ഒരു വിഭാഗക്കാരാണ് ആംഗ്രി പേഷ്യൻസ് അല്ലെ. അപ്പോ അങ്ങനെയുള്ളവരാണ്. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് തന്നെ പെട്ടെന്ന് ദേഷ്യം വന്നവരുണ്ടാകും അല്ലെ. ഒന്ന് പറഞ്ഞിട്ടുണ്ടാകത്തേന് അവർ ചെറിയ നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ പോലും സീരിയസ് ആയിട്ട് എടുക്കുന്നവരായിരിക്കാം അല്ലെ. സോ അങ്ങനെയുള്ളവരോട് കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് അറിയാം അല്ലെ. അങ്ങനെയല്ലേ, നമ്മൾ ചിലപ്പോൾ അത് ഏത് രീതിക്ക് ആ ഫ്രണ്ട് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോട് കൂടി സംസാരിക്കണം എന്ന് പറയും. നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലെ ആംഗ്രി പേഷ്യൻസിന്റെ കാര്യമാണ് പറയുന്നത്. നോക്കാം. Then every hospital needs a situation where they should deal with angry patients. അല്ലെ, എല്ലാ ഹോസ്പിറ്റലിലും നമുക്കറിയാം എന്താണ് ഇതുപോലെ ആംഗ്രി പേഷ്യൻസിനെ മീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടാവണം. It is a challenging task to cope with such patient and especially when they exhibit their frustration on hospital. Frustration എന്ന് വെച്ചാൽ എന്താ? ഫ്രസ്ട്രേഷൻ, നിരാശ അല്ലെ. നിരാശ എഴുതി വെക്കാട്ടോ, അറിയില്ലാത്തവര് മലയാളത്തിൽ അങ്ങനെ എഴുതി വെച്ചോളൂ. നാളെ നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം നോക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ തന്നെ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ ഒന്ന് എഴുതി വെച്ചേക്കും. അപ്പോ ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് ടാസ്ക് ടു കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? COPE മീൻസ് ചെറുക്കുക, നേരിടുക എന്നുള്ളൊരു അർത്ഥം കേട്ടോ. COPE നേരിടുക. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പോ ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് ടാസ്ക്. ഇതൊരു വെല്ലുവിളിയാണെന്നോ, ഒരു ചാലഞ്ചിങ് ടാസ്ക് ആണ് അല്ലെ. ഇങ്ങനെയുള്ള ഒരു ആംഗ്രി പേഷ്യൻസിനെ നേരിടുക എന്നുള്ളത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. Then when they exhibit their frustration on hospital, അവരുടെ നിരാശ പ്രകടിപ്പിക്കുന്ന ആ ഒരു ടൈമില്, അതായത് അവർ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് നിരാശയായിട്ടിരിക്കുന്ന ഒരു ടൈമില് അവര് നേരിടുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചിങ് ആണെന്ന് നോക്കാം. പേഷ്യന്റ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ് അല്ലെ. പേഷ്യന്റ് അങ്ങനെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. അത് എന്തൊക്കെയാണെന്നാണ് എക്സാമ്പിൾ പറയുന്നത്, ശ്രദ്ധിക്കാം. ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ. അപ്പോയിന്റ്മെന്റ്സിൽ ഇതുപോലെ ഡിലേ വരുമ്പോൾ, ദെൻ ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്. രാവിലെ തുടങ്ങി ചിലപ്പോൾ ഉച്ചവരെ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആണോ? നിങ്ങൾ അങ്ങനെ ഇരിക്കോ? വെളുപ്പിന് വന്ന് ചീട്ടെടുത്തു, പക്ഷെ ഉച്ച 1 മണിയായിട്ട് ഡോക്ടറെ കണ്ടിട്ടില്ല, വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വൈകുന്നേരം വരെ ഇരിക്കാൻ റെഡിയാണ്, അങ്ങനെ ഇരിക്കുന്നത് അല്ലാലോ. ഏതൊരു പേഷ്യന്റിനായാലും ക്ഷമയുടെ പരമാവധി നമ്മൾ നോക്കും അല്ലെ. അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇഷ്യൂ, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അപ്പൊ ലോങ് പേഷ്യന്റ് വെയിറ്റിംഗ് ടൈംസ്, റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ദേഷ്യം പിടിക്കും അല്ലെ. ആരും ഹാപ്പി ആയിട്ടിരിക്കില്ല, അത്രക്ക് ക്ഷമയുള്ളവരാരും ഉണ്ടാവില്ലല്ലോ. ദെൻ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും, നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലുള്ള ചികിത്സ, ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ, ഒരു ഫെസിലിറ്റികളും കാര്യങ്ങളും. അത്രയും നേരം നമ്മൾ ഇരുന്ന് മീൻസ് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇരിക്കാൻ ചിലപ്പോൾ ഒരു ചെയർ ഉണ്ടാവില്ല, ഒരു ബെഞ്ച് ഉണ്ടാവില്ല. അപ്പോഴുള്ള മാനസികാവസ്ഥ ഞാൻ പറയണ്ടല്ലോ, അറിയാലോ. അപ്പോ ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ, ഒരു ഫെസിലിറ്റി ഇല്ലാത്തത്, ആൻഡ് ലോട്ട് മോർ. ഇങ്ങനെ ഒട്ടനവധി റീസൺസുകൾ, കാരണങ്ങൾ കൊണ്ടാണ് ഒരു പേഷ്യന്റ് എപ്പോഴും ആംഗ്രി ആയിട്ടിരിക്കുന്നത്. സോ ആ ഒരു ടൈമിൽ പോയിട്ട് പേഷ്യന്റിനോട് ഇടപെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി അതൊരു ചലഞ്ചിങ് തന്നെയാണ് അല്ലെ. And if the hospital don't address their issue, they might even face legal threats from patients. അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ഹോസ്പിറ്റലുകാർ അഡ്രസ് ചെയ്തില്ല എങ്കിൽ, അതായത് മനസ്സിലാക്കിയില്ല എങ്കിൽ, they might even face legal threats from patients. പേഷ്യന്റിന്റെയും ലീഗലായിട്ട്, അതായത് ലീഗലായിട്ട് അതിനുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമെന്ന്, അല്ലെങ്കിൽ അവർ നേരിട്ട് പോയിട്ട് കംപ്ലൈന്റ് ബോക്സിൽ കൂടി കംപ്ലൈന്റ് കൊടുക്കുന്നത്, ഇരിക്കാനൊക്കെ ചെയ്യാറില്ല, ഡോക്ടറിന്റെ ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശരിയല്ല, ഒന്നില്ലെങ്കിൽ നേരിട്ട് പോയിട്ട് PROന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റു ലീഗലായിട്ടുള്ള നിയമവശങ്ങൾ തേടും അല്ലെ. പേഷ്യന്റിനെ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരിട്ട് പോയിട്ട് കംപ്ലൈന്റ് രേഖപ്പെടുത്തും. Then hospital cannot disagree such situation, so it's better to learn how to cope with the patients. അല്ലെ. അപ്പോ ഹോസ്പിറ്റല് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് പേഷ്യൻസിന് നമ്മൾ പറഞ്ഞില്ലേ പല പ്രശ്നങ്ങളും വന്നേക്കാം. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് ഹോസ്പിറ്റലുകാർ പഠിച്ചിരിക്കണമെന്ന് അവർ ലേൺ ചെയ്യണം. ആസ് എ കെയർ പ്രൊവൈഡർ, ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ
Hospitals need to realize the warning and signs to control situation before it gets worsen. Worsen എന്ന് വെച്ചാൽ എന്താ, വഷളാവുക. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വഷളാകുന്നതിന് മുൻപ് അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയില്ല മുന്നറിയിപ്പുകൾ കേട്ടോ. സയൻസ് ആൻഡ് situation as a care provider, hospital needs to realize the warning signs and controls. അല്ലെ, അതായത് മുന്നറിയിപ്പുകളും അടയാളങ്ങളും. അതായത് ഇങ്ങനെ ചിലപ്പോ പേഷ്യൻസ് ദേഷ്യപ്പെടുകയും ഇതൊക്കെ ചെയ്യും. അപ്പോ ആ ഒരു സയൻസ് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന്. ആൾക്ക് ഇത്തിരി ഇതാണ് എന്റെ വഷളാണ്, ഇനി അധികം ഇതായിട്ടുണ്ടെങ്കിൽ ആൾ പോയി ചിലപ്പോ കംപ്ലൈന്റ് ചെയ്യും. അപ്പോ അങ്ങനെയുള്ള മീൻസ് അത് മനസ്സിലാക്കാം. ഹോസ്പിറ്റൽ മനസ്സിലാക്കുകയും വേണം, അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുക. ഗെറ്റ്സ് റോസ് ഉണ്ട്, വഷളാകുന്നതിന് മുൻപ് ആ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനും ഹോസ്പിറ്റലിന് കഴിയണം. And need to create best practice and follow them to handle angry patients. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനും അവരോട് മീൻസ് അവരെ ഹാൻഡിൽ ചെയ്യാനും മറ്റും കൈകാര്യം ചെയ്യാനായിട്ട് മികച്ച രീതിയിലുള്ള പുതിയ പുതിയ ഇംപ്രൂവ്മെന്റ്സ് പ്രാക്ടീസുകൾ അവർ ഹോസ്പിറ്റലുകാർ സൃഷ്ടിക്കണം എന്ന്. കാരണം അങ്ങനെ അധികം പേഷ്യൻസ് അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവർ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവർ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പുതിയ പുതിയ പ്രാക്ടീസുകൾ ചെയ്യണം. അതായത് അവരെ ഒന്ന് തണുപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യണം. ഓക്കെ, ഇതാണ് മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസിൽ വരുന്നത്. നാളെ നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഭാവിയിൽ ഒരു ജോലിക്കൊക്കെ കയറണ്ടേ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ വരും. അപ്പോ അവര് ഡീൽ ചെയ്യാനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ, അറിയണ്ടേ? അറിയണോ? ജോലിയിൽ കയറണോ നിങ്ങൾക്ക് നാളെ ഹോസ്പിറ്റലില്? അല്ലെങ്കിൽ ചുമ്മാ എന്റർടൈൻമെന്റിന് വേണ്ടി ടൈം പാസിന് വേണ്ടിയിട്ടാണോ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ചുമ്മാ വീട്ടിലിരിക്കണേലേ, അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് കരുതി പഠിക്കണേണോ? അല്ലാതെ എന്തായാലും ഭാവിയിൽ ഒരു ജോലി പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണത് അല്ലെ. ഇതെന്തായാലും വേസ്റ്റ് ആകുന്നില്ല പഠിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് മാത്രമല്ല, ഞാൻ പറഞ്ഞു മേ ബി നിങ്ങൾ ഒരു എക്സാം ജയിച്ചു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ എന്തായാലും പ്രതീക്ഷിക്കാം അല്ലെ. നിങ്ങൾ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഇന്റർവ്യൂക്കാരെ ചോദിക്കണം, എങ്ങനെയാ നിങ്ങളൊരു ആംഗ്രി പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുന്നു, നിങ്ങൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു ചോദിച്ചുകൂടെ? ഏറ്റവും ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടത്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഭാവിയിൽ ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാം, മിസ് അന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്തായാലും ആലോചിക്കും. ഓക്കെ, അപ്പോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് ക്ലിയർ ആയോ? നിങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. പക്ഷെ ഒരു അരമണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. മിസ് ഇല്ല. സോ ഒരു അരമണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഒരു 5 minutes ഞാൻ ബ്രേക്ക് തരാം. ബ്രേക്ക് വേണോ? ഇപ്പൊ തന്നെ ബോറായി എല്ലാവരും പോകുമോ ഇനി ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ബോറടിക്കുന്നുണ്ടോ? ബോറിംഗ് ഉണ്ടോ? ബോറിംഗ് ഉണ്ടെന്നാണോ പറയുന്നത്? ഓക്കെ, 5 minutes ഒന്ന് ബ്രേക്ക് എടുക്കുക. പെട്ടെന്ന് പോയി വെള്ളമൊക്കെ കുടിക്കുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, 5 minutes ബ്രേക്ക് എടുത്തോളൂ. ബ്രേക്ക് എടുത്തിട്ട് അവിടെ പോകരുത്, ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അധികം നേരമില്ല, ഒരു അരമണിക്കൂർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ.
ഓക്കെ, ബ്രേക്ക് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാം. 5 minutes, കറക്റ്റ് 5 minutes നമുക്ക് എടുത്തത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. അപ്പോ ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസിനാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മളുടെ പറ്റിയതുപോലെ തന്നെ അടുത്ത പോയിന്റ്സ് ആണ്. ഇവിടെ അതിന് മുന്നേ ഇംപ്ലിമെന്റ് സ്ട്രാറ്റജീസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആ ഓർഡറിൽ തന്നെ പോയാൽ പോരെ, ആദ്യം പോയിന്റ്സ് വായിക്കാം അല്ലെ, ഓർഡറിൽ തന്നെ പോകാം. പോയിന്റ്സ് വായിക്കാം, എന്നിട്ട് നമുക്ക് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. What can hospital do to deal with angry patients? അല്ലെ, angry patients എങ്ങനെയാണ് ഹോസ്പിറ്റൽ ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം. Take a deep breath and try to remain calm. അല്ലെ, ഒരു ദീർഘശ്വാസം എടുത്ത് ശാന്തത പാലിക്കുക. അതായത് ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് സക്സസ് ആവുമോ നോക്കാം, അല്ലെങ്കിൽ ചെയ്ത് നോക്കാം. ചെയ്യാറുണ്ട് അങ്ങനെ. ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുന്ന ടൈമില് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ഒരു എന്താ ഭയങ്കരമായിട്ട് ഒരു ദീർഘശ്വാസം എടുത്തിട്ടൊന്ന് ശാന്തത പാലിച്ചിരിക്കുക. അപ്പൊ നമ്മളുടെ ദേഷ്യം കുറയുമെന്നാണ് പറയുന്നത്. സക്സസ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ചെയ്ത് നോക്കാം. ചെയ്യാറുണ്ട് ആരെങ്കിലും അങ്ങനെ പെട്ടെന്ന്? ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഭയങ്കര ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ദീർഘശ്വാസം എടുക്കാം, ദെൻ കാമായിട്ടിരിക്കാം. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിനൊരു അല്ലെ, ട്രൂ ആണ്, ശരിയാണ് അല്ലെ, നമുക്കൊരു മനസ്സിനൊരു നമ്മള് ഭയങ്കര എല്ലാത്തിൽ നിന്നും നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മുടെ മൈൻഡിനൊന്ന് ഫ്രീ ആക്കിയാൽ തന്നെ നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളും കുറച്ച് കുറയും അല്ലെ. കാരണം നമ്മളിങ്ങനെ ഭയങ്കര മെച്ചപ്പാടെടുത്ത് ബഹളമുണ്ടാക്കുകയും ദേഷ്യം വരുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് റഫായിട്ട് പെരുമാറുന്നതും സംസാരിക്കുന്നതും. ആ ടൈമില് ആരോട് ഒന്നും സംസാരിക്കാതെ ഒരു ഡീപ്പ് ബ്രീത്ത് അങ്ങനെ എടുത്ത് കാമായിട്ട് അങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പോ പകുതി നമ്മളുടെ പ്രശ്നങ്ങൾ കുറയും എന്നാണ് പറയുന്നത്. Then gather all details about patient's disease and treatment provided to them. അല്ലെ, അതായത് രോഗിയുടെ രോഗത്തെ കുറിച്ചും നൽകിയ ചികിത്സയെ കുറിച്ചും അവരുടെ രോഗിയെ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കുക. Then spend quality time with the patient to detect reasons behind their outburst. എന്താ outburst എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, outburst എന്ന് വെച്ചാൽ പൊട്ടിത്തെറി. പൊട്ടിത്തെറി എന്ന് വെച്ചാൽ എന്താണ്? ദേഷ്യപ്പെടുക അല്ലെ. നമ്മുടെ വീട്ടിൽ പൊട്ടിത്തെറി എടുക്കാറില്ലേ കുട്ടികളുടെ അടുത്ത് നിങ്ങളും അല്ലെ? നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുക എന്ന് പറയും. അതായത് ഭയങ്കര പെട്ടെന്ന് ഒച്ചയ്ക്ക് വെച്ച് സംസാരിക്കുക എന്നൊക്കെ ഒരു മീനിങ്. സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് പേഷ്യന്റ് ഡിഫക്ട് റീസൺസ് അല്ലെ. അതായത് ഒരു സന്ദർഭം നോക്കിക്കൊണ്ട് പൊട്ടിത്തെറിക്ക് പിന്നിലെ കാരണം ചോദിച്ചറിയണമെന്ന് പേഷ്യന്റിനോട് നൈസായിട്ട് ചോദിച്ചറിയാമെന്ന് നമ്മൾ പറയാറില്ലേ. ആ ഒരു സാഹചര്യത്തിൽ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ? പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്ക് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചെന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പോ സ്പെൻഡ് ക്വാളിറ്റി ടൈം, അതിനുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, പോയിട്ട് ചോദിക്കുക.
എന്താണ് അതിനുള്ള ഒരു കാരണം, എന്താണ് പ്രശ്നം, ഇവിടുത്തെ എന്തെങ്കിലും പോരായ്മയാണോ, അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റീസൺ ഒന്ന് പേഷ്യന്റിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂ. പേഷ്യൻസിനോട് ഒരു എംപതി പ്രകടിപ്പിക്കുക, അതുപോലെ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കുക. എന്താണ് പ്രോബ്ലം, ആ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക. അവോയ്ഡ് ഗിവിംഗ് അവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ട്രിക്സ്. അതായത് നമ്മള് അവോയ്ഡ് ഗിവിംഗ് അവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിനെ നമ്മളെ അതായത് ആർഗ്യുമെന്റ്സ് വേറെ മറ്റു വാദങ്ങൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാന്ന്. അതായത് ഒരു ചെറിയൊരു പ്രശ്നമായിരിക്കും ചിലപ്പോ, അതിനെ ആ പ്രശ്നം ഗുരുതരമാക്കാത്ത രീതിയിൽ എന്താണ് വേറെ മറ്റു വാദങ്ങൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാന്ന്. അത് വലിയൊരു പ്രശ്നമാക്കാതെ ആ പേഷ്യന്റിനോട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കാരണമായിരിക്കാം, അപ്പോ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു പരിഹാരം പേഷ്യൻസിന് കൊടുക്കുക. അല്ലാതെ അത് മറ്റു വാദങ്ങൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. ഓക്കെ, വലിയൊരു ചെറിയൊരു കാര്യത്തിനെ പിടിച്ച് വലുതാക്കാതിരിക്കുകയാണ്. Then protect legally by carefully documenting clinical and administrative complaints. അല്ലെ, അതുപോലെ തന്നെ ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുമുള്ള കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ട് നിയമപരമായിട്ട് സംരക്ഷിക്കണമെന്ന്. പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചികിത്സാപരമായിട്ടുള്ള തെറ്റുകളോ കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക. ഓക്കെ, അവരുടെ പരാതികൾ നമ്മൾ പരിഹരിക്കണമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ആംഗ്രി പേഷ്യൻസിന് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ സ്ട്രാറ്റജീസ് നോക്കാം. ഈ ആംഗ്രി പേഷ്യൻസിന്റെ അടുത്ത് എന്തെല്ലാം തന്ത്രങ്ങളാണ് എടുക്കുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് രോഗിയുടെ വിവരങ്ങളൊക്കെ എടുക്കാന്ന്, അതായത് ട്രീറ്റ്മെന്റ്സിന്റെയും ചികിത്സയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക. ഓക്കെ, ദെൻ മൂന്നാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാരണങ്ങൾ, പൊട്ടിത്തെറിക്കുള്ള കാരണം എന്താണെന്ന് അറിയുക. ദെൻ അത് സോൾവ് ചെയ്ത് കൊടുക്കുക. ചെറിയ പ്രശ്നമാണെങ്കിൽ അതിനെ വലുതാക്കാതെ മറ്റു വാദങ്ങൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. ലാസ്റ്റ് വൺ, ക്ലിനിക്കൽ പരമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടും എന്തെങ്കിലും കംപ്ലൈൻസ് പേഷ്യൻസിന് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക, അതിനുള്ള പരിഹാരം കൊടുക്കുക. ഓക്കെ, ദെൻ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, 6 സ്റ്റെപ്പാണ് പറയുന്നത്. നോക്കാം, ക്ലിയർ ആണോ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ചെറിയ ഇതാണ് എങ്കിലും കുഴപ്പമില്ല, സ്ക്രീനിലും ചെറുതായിട്ട് തന്നെയാണ്. PDF ഒക്കെ ആണോ? വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഏതെങ്കിലും വായിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സ്റ്റെപ്പ് 1 നോക്കാം. അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈന്റ്സ് കാംലി. അല്ലെ, പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് ശാന്തമായിട്ടൊന്ന് സ്വീകരിക്കുക, അംഗീകരിക്കുക. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സിന് ഒന്ന് അവിടെ പൊട്ടിത്തെറിച്ചു എന്ന് പറയാതെ അവരുടെ പരാതി കേൾക്കാന്ന് ശാന്തമായിട്ടൊന്ന് കേൾക്കാതിനെ അംഗീകരിക്കുക. ഇന്ന കംപ്ലൈന്റ് ഉണ്ടോ, അപ്പൊ നമുക്ക് അതിന്റെ പരിഹാരം കാണാം എന്നൊരു നല്ലൊരു സംസാരം അവരോട് പറയുക. ഓക്കെ, അംഗീകരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ശാന്തമായിട്ട് അവരെ അംഗീകരിക്കുക, കേൾക്കുക കംപ്ലൈന്റ്സ് എന്താണെന്ന്. സ്റ്റെപ്പ് 2 പറയുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. പ്രശ്നത്തിന്റെ റൂട്ട് കോസ് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ഒരു അടിവേര് എന്നൊക്കെ പറയും അല്ലെ. മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യം പ്രശ്നം മനസ്സിലാക്കണ്ടേ, അതിന്റെ മെയിൻ കാരണം, അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കുക. സ്റ്റെപ്പ് 3 പറയുന്നത് അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിരോധം ഒഴിവാക്കാറ്, അതായത് തല്ലുപിടുത്തം കേസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് റെസ്പോണ്ട് വിത്ത് എംപതി, ഒരു സഹാനുഭൂതിയോടെ അവരോട് റെസ്പോണ്ട് ചെയ്യുക, പെരുമാറുക. പേഷ്യന്റ് ഒരു പരാതിയായിട്ട് വരുമ്പോൾ ഹോസ്പിറ്റലുകാർ അവരോട് അതിന് വലിയ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളാകും. സോ അങ്ങനെയുള്ളൊരു പ്രതിരോധങ്ങൾ ഒഴിവാക്കി അവരോട് ഒരു എംപതിയോടുകൂടി പെരുമാറുക. സ്റ്റെപ്പ് 4 പറയുന്നത് make the patients feel that their concerns are taken seriously. അല്ലെ, അതായത് കൺസേൺസ് എന്ന് വെച്ചാൽ ആശങ്ക, പേഷ്യൻസിന്റെ ആശങ്കകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ള തോന്നൽ രോഗികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഇപ്പോ നിങ്ങളൊരു എന്തെങ്കിലും കംപ്ലൈന്റ്സ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ മീൻസ് എന്തെങ്കിലും ഒരു പോരായ്മ ഫീൽ ചെയ്തു, അപ്പൊ നിങ്ങളത് കംപ്ലൈന്റ്സ് അവരോട് പോയി പറഞ്ഞു, പക്ഷെ അവർ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫീലിംഗ് എന്തായിരിക്കും,
നമ്മൾ കൊടുത്തിട്ട് നമ്മളുടെ ഒരു പരാതിക്ക് ഒരു വിലയില്ല ഇല്ലേ? നമ്മളുടെ പരാതിക്ക് അവർ വക വെക്കുന്നില്ല അല്ലെങ്കിൽ വില വെക്കുന്നില്ല എന്നൊരു തോന്നലേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ പറയുന്നത് പേഷ്യൻസ് അവരുടെ മീൻസ് അവരുടെ ആശങ്കകളും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ മീൻസ് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ സ്വീകരിക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കണം. തോന്നൽ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള ഒരു പരിഹാരം പേഷ്യൻസിന് ചെയ്തു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ ആ പോയിന്റ്? അതായത് പേഷ്യൻസിന്റെ പരാതി ഗൗരവത്തോടെ അവരെടുക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിങ്സ് പേഷ്യൻസിന് ഉണ്ടാക്കി കൊടുക്കുക. അതായത് പരിഗണിക്കണമെന്ന് അവർ കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ്സിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ചെറിയൊരു കാര്യമാണ് വളച്ചൊടിച്ചൊക്കെ പറഞ്ഞേക്കണം എന്നുള്ളട്ടോ. Then step 5 നോക്കാം. Apologize and take quick action to settle the problem. ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണെങ്കിൽ അതിനൊന്ന് അപ്പോളജൈസ്, ക്ഷമ ചോദിക്കുക. ദെൻ പ്രോബ്ലത്തിനെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാം, ആ പ്രോബ്ലം സോൾവ് ആക്കാം. സ്റ്റെപ്പ് 6 പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. അല്ലെ, ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ദെൻ ആ സാഹചര്യത്തെ കുറിച്ച് ആ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒരു കമ്മ്യൂണിക്കേറ്റ്, ഒരു ആശയവിനിമയം നടത്താം പേഷ്യന്റിനോട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞു, ഓക്കെ, അപ്പൊ നമുക്കത് പരിഹരിക്കാം, അപ്പൊ അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്യാം എന്നുള്ളൊരു മറുപടി, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം ആ പേഷ്യന്റും ഹോസ്പിറ്റലുകാരും നമ്മൾ ചെയ്യാവുന്നത്. അല്ലാതെ കംപ്ലൈന്റ് കൊണ്ട് കേൾക്കാത്ത പോലെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും? നമ്മളെ അവര് വകവെക്കുന്നില്ല എന്നുള്ള ഒരു ഇതായിരിക്കും അല്ലെ? സോ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന രീതിയിൽ നമുക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യാം കേട്ടോ, അത് നമുക്ക് ഓക്കെ ആക്കാം എന്നുള്ള ഒരു ആശയവിനിമയം പേഷ്യന്റുമായിട്ട് നടത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, 6 സ്റ്റെപ്പാണ് പറയുന്നത് ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ. അല്ലെ, നല്ല പണിയുള്ള കാര്യമാണ് ഡീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെ, നിങ്ങൾക്ക് മനസ്സിലായി ഏകദേശം ഒരു ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണമെന്ന്? ക്ലിയർ ആയോ? അപ്പൊ ഈ രീതിയിലായിരിക്കില്ല എല്ലാവരും ഇനി ആംഗ്രി പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ആണോ? നമ്മളത് പഠിക്കുന്നത് വെറുതെ ആകരുത്. ഭാവിയിൽ നമുക്ക് ഇതൊക്കെ മീൻസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ നിസ്സാര പണിയല്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ വേണം അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, കാണിച്ചു നോക്കാം. 3ാമത്തെ റീസൺ ആണ് ടു നോ മിസ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. വായിക്കാം കേട്ടോ. ഇവിടെ ഇംപ്ലിമെന്റിംഗ് ആണ് ആദ്യം എടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഓർഡറിൽ തന്നെ വായിച്ചു പോയെന്നുള്ള കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? മൂന്നാമത്തെ റീസൺ. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ റീസൺ നോക്കാം. to improve patient experience. പേഷ്യന്റിന്റെ അനുഭവങ്ങളെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാം. നോക്കാം. Most doctors spend a short span of time in which they want to complete various tasks, from catching up with patients, understanding their concerns, and providing the requirement treatments. അല്ലെ? ഷോർട്ട് സ്പാൻ എന്ന് വെച്ചാൽ എന്താണ്? ചെറിയൊരു കാലയളവ്. എഴുതി വെക്കുക. ഷോർട്ട് സ്പാൻ, ചെറിയ കാലയളവ്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. എന്നിട്ട് അതിന്റെ മീനിങ് പറയാവേ. ഓരോന്നും എടുത്തെടുത്ത് വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. നോക്കാം. Most doctors spend a short span time of in which they want to complete various tasks, from catching up with the patients, understanding their concerns, providing their required treatment. In such cases, it would be difficult for doctors to address all the problems of the patients. അല്ലെ? അതായത് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ് നിങ്ങള്. അപ്പോ എനിക്ക് തോന്നുന്നത് കൂടുതലും അത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കും കേട്ടോ. പ്രൈവറ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ്, എങ്കിലും കുറച്ചും കൂടി ഗവൺമെന്റിലാണ്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പനിയോ ചുമയൊക്കെ ആയിട്ട് സുഖമായിട്ട് ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റും ബാക്കി കെയറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയി. ദെൻ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് നമുക്കിപ്പോ ആ ഡോക്ടറെ കണ്ടു, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ. ദെൻ നെക്സ്റ്റ് ടൈമിൽ ചെന്ന് ആ ഡോക്ടറെ തന്നെ കാണാനായിട്ട് ചീട്ട് എടുത്തു. അപ്പൊ പറയാണ് ആ ഡോക്ടർ അവിടെ ഇല്ല, ഡോക്ടർ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറിപ്പോയിന്ന് പറയാറില്ലേ? പലവർക്കും ആ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? എക്സ്പീരിയൻസ്. നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ആ ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി റെഡി ആയി വരുമ്പോഴേക്കും ചിലപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടാവില്ല. അല്ലെ? കൂടുതലും എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലല്ലേ അങ്ങനെ കൂടുതലും ആണോ? പ്രൈവറ്റിലും കുറച്ചധികങ്ങളിലും ഉണ്ടാകും അല്ലെ? ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ ഈ മാസം കണ്ട ഡോക്ടർ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത മാസം ഉണ്ടാവുന്നത് അല്ലെ? അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പല ഹോസ്പിറ്റലുകളുമായിട്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്ഫർ വരും. പക്ഷെ പ്രൈവറ്റിലാണെങ്കിൽ ട്രാൻസ്ഫർ അല്ല, ഇതുപോലെ അവർക്ക് നല്ല കുറച്ചും കൂടി ഇതായിട്ടുള്ള ഹോസ്പിറ്റൽ വരുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് അവർ മാറും. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ഒരു പ്രശ്നം എന്താണ്? നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് സാറ്റിസ്ഫൈഡ് ഒക്കെ ആയി വരുമ്പോഴേക്കും മറ്റൊരു ഡോക്ടർ ആകും അല്ലെ? അപ്പൊ നമ്മളുടെ ആ ട്രീറ്റ്മെന്റിന്റെ ഒരു കണ്ടിന്യൂഷനും കിട്ടില്ല. ചിലപ്പോ നമ്മള് അത്യാവശ്യം കുറച്ച് ആ ഒരു ഡോക്ടറെ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളായിരിക്കാം. ദെൻ നെക്സ്റ്റ് പുതിയൊരു ഡോക്ടർ ആകുമ്പോൾ ചിലപ്പോ വീണ്ടും ടെസ്റ്റുകളും ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ചിലവര് ആ ഒരു റിപ്പോർട്ട് വെച്ച് തന്നെ നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ചില ഡോക്ടേഴ്സ് അവരുടേതായിട്ടുള്ള ട്രീറ്റ്മെന്റ് വീണ്ടും ഫസ്റ്റിലെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. ഇല്ലേ? അങ്ങനെയല്ലേ ചില ഡോക്ടേഴ്സ്? ഓൾറെഡി നമ്മള് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം, മീൻസ് ഓൾഡ് ഡോക്ടർ. പക്ഷെ അവര് അവരുടേതായിട്ടുള്ള പുതിയ ട്രീറ്റ്മെന്റ്സുകളും കുഴപ്പമില്ല ഇപ്പോ വീണ്ടും രണ്ടാമത് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കാര്യം ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അല്ലെ? ഒരു ചെറിയൊരു കാലയളവിലാണ് കൂടുതൽ ഡോക്ടറുകളും ചിലവഴിക്കുന്നതെന്ന്. സോ അതിനാല് പേഷ്യൻസുമായിട്ട് ഇടപെടുമ്പോഴും, അതായത് അവരുടെ കൺസേൺസ് അല്ലെങ്കിൽ പ്രൊവൈഡ് റിക്വയർഡ് ട്രീറ്റ്മെന്റ്സ് അല്ലെ, അതായത് അവരോട് ഇടപെടുന്നതും അല്ലെങ്കിൽ ചികിത്സ നൽകുന്നതൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ ചിലപ്പോൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല. സോ അവരുടെ ആശങ്കകളും അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെന്റ്സും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. In such cases, it would be difficult for doctor to address all the problems of patients. So, ഡോക്ടർമാർക്കും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് അല്ലെ? നല്ലൊരു ട്രീറ്റ്മെന്റ് പകുതിയായി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡോക്ടർ മാറിപ്പോകുന്നത്. സോ പേഷ്യൻസിന്റെ പൂർണ്ണമായിട്ടും രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു ഡോക്ടറിന് പരിഹരിക്കാൻ സാധിക്കില്ല അല്ലെ? സത്യാവസ്ഥ അല്ലേ അത്? ആണോ? നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ് അത് അല്ലെ? നമ്മളൊരു ഡോക്ടറെ കണ്ടു, നമ്മൾ ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആയി. നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും ഡോക്ടർ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാകും
ഇല്ലേ? പിന്നെ നമ്മൾ വീണ്ടും അടുത്തൊരു പുതിയൊരു ഡോക്ടറെ കാണണം, ടെസ്റ്റുകൾ ചെയ്യണം. ദെൻ ഫസ്റ്റിൽ തുടങ്ങി വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങി നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. Okay. Then if we do not get answers for specific queries like, അല്ലെ, അപ്പോ നമുക്ക് പേഷ്യൻസിനോടുള്ള ചില ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ലഭിക്കില്ല എന്ന്, അല്ലെ? ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കാം. ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസൈർഡ് കെയർ, അല്ലെ? ശരിയായിട്ടുള്ള ഒരു പരിചരണം ലഭിച്ചോ? രോഗിയോട് ചോദിക്കണേ കേട്ടോ. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഡോക്ടർ മാറിപ്പോയി, ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിച്ചില്ല, അല്ലെ? അപ്പൊ നോക്കാം, ഡിഡ് വി പ്രൊവൈഡ് ദ ഡിസൈർഡ് കെയർ, ശരിയായിട്ടുള്ള കെയർ ലഭിച്ചോ പേഷ്യൻസിന്? ഡിഡ് വി ഗിവ് ദ റൈറ്റ് അഡ്വൈസ്, ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ ലഭിച്ചോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് പേഷ്യൻസിൽ നിന്നും ആൻസർ ലഭിക്കില്ല. എന്തുകൊണ്ട് ലഭിക്കില്ല? അവരുടെ ട്രീറ്റ്മെന്റ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, തുടർന്നില്ല. വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഹോസ്പിറ്റൽ ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, അല്ലെ? സോ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലിന് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? നല്ലൊരു ട്രീറ്റ്മെന്റ് അവർക്ക് ലഭിച്ചില്ല എങ്കിൽ അവരുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കില്ല. One of the best ways to improve is by engaging with the patient and addressing their problems correctly after every interaction. So, നമുക്ക് പേഷ്യന്റിൽ നിന്നും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം പേഷ്യന്റിനോടുള്ള ഓരോ ഇന്റർവെൽസിലും, അതായത് ഓരോ ഇടപെടലുകളും, ഇപ്പൊ ഡോക്ടേഴ്സ് പേഷ്യൻസിന് വന്ന് കാണുമല്ലോ, അപ്പൊ ആ ഓരോ ഇടപെടലുകളിലും പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. പേഷ്യൻസിനോട് ഇടപെടുന്ന ഓരോ ടൈമിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, പ്രോബ്ലംസ് ഉണ്ടോ, ഇവിടുത്തെ ഫെസിലിറ്റിയിൽ വല്ല പോരായ്മകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള പരിഹാരം നൽകുക. ഓക്കെ, ക്ലിയർ ആയോ? പേഷ്യന്റ് എക്സ്പീരിയൻസ് മെയിൻ ആയിട്ട് പറയുന്നത് ഡോക്ടേഴ്സിന്റെ കാര്യമാണ്, അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒന്നാണ്, അല്ലെ? ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ അവർക്കും. നമ്മളൊരു ഡോക്ടറെ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും ഡോക്ടർ മാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ മാറിപ്പോയത് നല്ല ദൂരത്തേക്കൊക്കെ ആയിരിക്കും, ലോങ്ങിലൊക്കെ ആയിരിക്കും, അപ്പൊ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഡോക്ടറെ തന്നെ കാണേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അതിന്റെ റീസൺസും സ്ട്രാറ്റജീസും കൂടെ ഒന്ന് പറയാലോ? കുഴപ്പമില്ലല്ലോ, അത് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. കണ്ടിന്യൂ, അല്ലെങ്കിൽ അതൊരു മീൻസ് അവിടെ വെച്ച് പകുതിക്കായി പോകും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോട്ടെ. നോക്കാം. ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം to streamline hospital process, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. അല്ലെ? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുവരികയാണ്, അല്ലെ? അതായത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം കൊണ്ടുവരിക. ഇപ്പൊ ഓൾറെഡി എല്ലാ ഹോസ്പിറ്റലുകളിലും അങ്ങനെ തന്നെയാണ്, അല്ലെ? ആണോ? ഒരുവിധം ഹോസ്പിറ്റലുകളിൽ അങ്ങനെ തന്നെയല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കാം, രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്, ബിൽസ് ജനറേറ്റ് ചെയ്യുക, ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്, ലാബ് റിപ്പോർട്ടുകൾ നേരെ ഡോക്ടറിന്റെ റൂമിലേക്ക് സിസ്റ്റത്തിലോട്ടല്ലേ ഇമെയിൽ വരുന്നത്, ആണോ? അല്ലേ? ഒരുവിധം ഹോസ്പിറ്റലുകൾ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, റിപ്പോർട്ട്സ്, സെറ്റിംഗ് അപ്പ് റിമൈൻഡേഴ്സ്, ഇങ്ങനെയുള്ളതെല്ലാം ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിൽ ആക്കുക. Then focus on each lab test reports, setting up reminders. അല്ലെ? അതായത് എന്താണ്, ലാബ് ടെസ്റ്റുകൾ ഓരോ രോഗിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യക്തിഗത പരിചരണങ്ങളൊക്കെ കൊടുക്കുകയാണ് അവർക്ക്. പേഴ്സണൽ ആയിട്ടുള്ള ഒരു കെയറുകൾ കൊടുക്കുക പേഷ്യൻസിന്. ഓരോ വ്യക്തിക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുക. റീഡ് ഔട്ട് ടു പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. ചാനൽസ് ഉദ്ദേശിക്കുന്നത് വിവിധ ഡയറക്ഷൻസ്, അതായത് രോഗികളെ വായിക്കുക എന്ന് വെച്ചാൽ വായിക്കാന്നല്ല, രോഗികളെ മനസ്സിലാക്കുക, അവരുടെ പ്രശ്നങ്ങള്, അവരുടെ രോഗത്തെ കുറിച്ചും മറ്റും മനസ്സിലാക്കുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. അവരോട് ഒരു ആശയവിനിമയം നടത്താതെ വിവിധ മാർഗങ്ങളിലൂടെ, അതായത് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറോട് കൂടി തന്നെ അവരോട് ചോദിച്ചറിയുക, അവരുടെ പ്രശ്നങ്ങളും മറ്റും ചോദിച്ചറിയുക. കണ്ടക്ട് പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. പേഷ്യൻസിന്റെ സർവേ കണ്ടക്ട് ചെയ്യുക, സർവേകൾ നടത്തിയിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഷ്യന്റ്
perceive the quality of care given. അല്ലേ? അതായത് എന്താണ്, രോഗിയെ നമ്മൾ നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം, അതായത് അണ്ടർസ്റ്റാൻഡ് പേഷ്യന്റ് പെർസീവ് ക്വാളിറ്റി ഓഫ് കെയർ, എത്രത്തോളം ക്വാളിറ്റി ഓഫ് കെയർ നമ്മളെ പേഷ്യൻസിന് ലഭിക്കുന്നുണ്ട്. മീൻസ് പെർസീവ് എന്ന് വെച്ചാൽ എന്താണ്, നടപ്പിലാക്കുക, അതായത് ക്വാളിറ്റി ഓഫ് കെയർ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാണ്. മീൻസ് പരമാവധി അവർക്ക് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക, ഒരു ഗുണനിലവാരം നൽകുക, അതിനുള്ള ഒരു കെയർ കൊടുക്കുകയാണ്, അത്യാവശ്യം ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഹരി ഉടമ, അതായത് ഇവിടെ ഹോസ്പിറ്റലിലെ മാനേജറും അങ്ങനെയുള്ള ഉടമകൾ ഉണ്ടാവില്ലേ, അവരുമായിട്ട് ചർച്ച ചെയ്യുക. അതായത് എന്താണ്, നല്ലൊരു ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്, പുതിയ പുതിയ ഫെസിലിറ്റികളും ക്വാളിറ്റി മെഷേഴ്സുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുക. ഗുണനിലവാര നടപടികൾ സ്വീകരിക്കാനായിട്ട് പുതിയ പുതിയ ടെക്നോളജിക്കലി ഫെസിലിറ്റികളും ഫെസിലിറ്റികളും മറ്റ് എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുവരാനായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം, ചർച്ച ചെയ്തിട്ട് അത് നടപ്പിലാക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെയെല്ലാം രീതിയിലാണ് നമുക്ക് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിന് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. ഇനി അതിന്റെ ഒരു പിരമിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രാറ്റജീസ് പറഞ്ഞില്ലേ, അതുപോലെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പിരമിഡ് ആണ്. ഇപ്പൊ പിരമിഡില് ഫസ്റ്റ് പറയുന്നത് പേഷ്യന്റിന്റെ അനുഭവം. മതി എന്നാണോ? മതി, കഴിഞ്ഞു. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഈ ബോക്സും കൂടി ആയാലും അത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അടുത്തത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കണുള്ളൂ. ഓക്കെ, എനിക്കറിയാം എത്രത്തോളം നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. ഇതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇതും കൂടി പറഞ്ഞാലേ നാലാമത്തെ പോയിന്റ് ക്ലിയർ ആവുള്ളൂ. പേഷ്യന്റ് എക്സ്പീരിയൻസ്, then patient journey, patient centric service, then patient experience, അല്ലെ? പേഷ്യന്റിന്റെ യാത്ര, അതായത് ട്രീറ്റ്മെന്റ്സിലൊക്കെ ഉള്ള ഒരു യാത്ര. then patient centric service, പേഷ്യന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള സേവനങ്ങൾ. then what value the practice delivers to patient, എന്തൊക്കെയാണ് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത് പേഷ്യന്റിന്. how the practice engaged with its patients, രോഗികളുമായിട്ട് എങ്ങനെയാണ് അത് ഇടപെടുന്നത്. ഓക്കെ, അപ്പോ 4 റീസൺ വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു റീസണും കൂടി ഉണ്ട്, അതിന് എടുത്ത് നിങ്ങളെ ബോറടിപ്പിച്ച് ആരെയും ഓടിക്കുന്നില്ല. ഓക്കെ, ബോറായി തുടങ്ങി അല്ലെ? കുഴപ്പമില്ല, അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു അരമണിക്കൂർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം ചാപ്റ്റർ അങ്ങനെയാണ്, ഇത്തിരി ബോറിംഗ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോ എടുത്തത്രയും ഓക്കെ ആണോ? ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ ബോറിംഗ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ്സിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, നമ്മളുടെ അനുഭവമായിട്ട് അത് എനിക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ എക്സ്ട്രാ ഒന്നും പറയാനില്ല. എക്സ്ട്രാ പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ബോറായിരിക്കും. ഓക്കെ, അപ്പോ എടുത്തത്ര വായിക്കാം. ഓക്കെ, അപ്പോ ഇത്രയും നേരം എന്നെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കേട്ടിരുന്ന എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ, അത്രയും വായിക്കാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം.